ഇവിടെ കല്ലാറ് മൊട്ടമൂടില് കരടി കെണിക്കൂടിൽ കുടുങ്ങി കിടക്കുകയാണ്. ഒരു 6:30-ക്കാണ് രാവിലെ ഇത് പെട്ടത്. ഇവിടെ ഒരു 2-3 വർഷമായിട്ട് ഇതിന്റെ കരടിയുടെ ശല്യം ഉണ്ടല്ലോ. ജനവാസ കേന്ദ്രമാണ് ഇവിടെ. ഇത് മുമ്പ് നേരിട്ട് കരടിയെ കണ്ടിട്ടുള്ള ആളാണ്. അതെന്നായിരുന്നു, എത്ര ആളായി കണ്ടിട്ട്? അത് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ചക്കയുടെ സീസൺ സമയത്താണ്. എന്റെ വീട്ടിന് നേരെ ഫ്രണ്ടിൽ ഒരു പ്ലാവില് ചക്ക ഉണ്ടായിരുന്നു. അത് കഴിക്കാനായിട്ട് വന്ന് ഞാൻ നേരിട്ട് കാണുകയും ചെയ്ത് 2 പ്രാവശ്യം. അപ്പൊ എന്തായാലും അന്നോട്ട് നമുക്കൊരു പേടിയുണ്ട്. നമുക്കൊരു 6 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. കടി മാത്രമല്ല, ആനയുണ്ട്, എല്ലാ ജീവികളും ഉള്ള സ്ഥലം. അപ്പം പൊതുവെ നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതിപ്പോ കുടുങ്ങിയെന്ന് പറഞ്ഞ പോലെ വളരെ സന്തോഷം. പിന്നെ അടുത്ത കാലത്താണ് കൂടുതലായിട്ട് ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അല്ല, നമുക്കൊരു ടാപ്പിങ്ങിനായിട്ട് വന്നൊരു ചേട്ടന്റെ ഫ്രണ്ടിൽ ഇത് പെട്ടെന്ന് ചെല്ലയും പുള്ളി പേടിക്കുകയും എന്നാലും കഷ്ടിച്ച് പുള്ളി രക്ഷപ്പെടാൻ ചെയ്താ കഴിഞ്ഞ വർഷം. ആശ്വാസം എങ്കിലും ഇനിയും ഉണ്ട്, ഒരെണ്ണമല്ല. അപ്പൊ ഇതുപോലെ ഓരോന്നായിട്ട് തുടർന്നും ഇതുപോലെ വെക്കണം. ഇതുപോലെ ഓരോന്നിനായിട്ട് കൊണ്ടുപോകണം. അതുപോലെ ആനയും ഇനിയിപ്പോ നമുക്ക് എന്തായാലും പേടി തന്നെയാണ്. ഈ ആനയുടെ ശല്യം കഴിഞ്ഞ വർഷം മുതൽ രൂക്ഷമാണ്. ഒരു 7-7:30-8 മണിക്കകത്ത് വരും അവര് ചക്ക പറിക്കാനായിട്ടൊക്കെ. അപ്പൊ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പാലോട് റേഞ്ച് ഓഫീസറിന്റെ കീഴിൽ വരുന്നതാണ് അല്ലേ ഭാഗം? ഓക്കെ. തുടർന്നും ഇതുപോലെയുള്ള കെണികൾ വെച്ച് ജനവാസ കേന്ദ്രമായ ഇവിടെ ആൾക്കാർ. അതായത് ഞങ്ങൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഇപ്പൊ എനിക്ക് പൊന്മുടിയിലാണ്, ടൂറിസത്തിലാണ് ജോലി. അപ്പൊ എനിക്കൊരു 6:30-7 മണിക്കകത്ത് എനിക്കിതില് നടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് നല്ല പേടിയുണ്ട് ഇതുവഴി നടന്നു പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് സ്കൂൾ കുട്ടികളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ബസ്സില്ലാത്ത സമയത്തൊക്കെ അവര് കല്ലാറ് വന്നിട്ട് നടന്നു പോവേണ്ട സാഹചര്യമാണ്. അപ്പൊ എന്തായാലും ഒരാശ്വാസമുണ്ട്. ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള കെണികൾ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ കൂടെ പിടിക്കട്ടെ.